നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 25 തിങ്കളാഴ്ചയാണ്. ചിങ്ങം 9 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. ഗുരുതര ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ നേതൃത്വത്തിന്റെ നിർണായക തീരുമാനം. രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നതിന് തടസ്സമില്ല. വിവാദം അവസാനിപ്പിക്കാനും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും മറ്റു മാർഗങ്ങളില്ലെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കും പാർട്ടി ഇനി സീറ്റ് നൽകില്ല. രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരമൊരു സാഹചര്യമൊരുക്കി പാലക്കാട്ടെ സീറ്റ് കൈവിട്ടാൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ അത് കാര്യമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ഇതിനാലാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം. ഇതോടെ സ്വതന്ത്ര MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും. പാർട്ടി അംഗമല്ലാത്ത ഒരാളോട് MLA സ്ഥാനം ഒഴിയാൻ പറയാൻ കഴിയില്ലെന്ന വാദമാകും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുക. രാഹുൽ വിവാദം അവസാനിപ്പിക്കാനും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. സസ്പെൻഡ് ചെയ്യുന്നതോടെ കോൺഗ്രസിന്റെ നയപരിപാടിയിലോ നിയമസഭാ വിഷയങ്ങളിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കും ഇനി മത്സരിക്കാനായി പാർട്ടി സീറ്റ് നൽകില്ല. സ്ത്രീ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്നുവെന്ന് പൊതുസമൂഹത്തിന് തോന്നലുണ്ടാക്കണമെന്നും അതല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും വനിതാ നേതാക്കളടക്കം നിലപാടെടുത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അതേസമയം പരാതിയോ കേസോ ഇല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടെന്ന നിയമോപദേശവും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. 3 നിയമവിദഗ്ധരിൽ ഒരാളുടെ ഉപദേശമാണ് ലഭിച്ചത്. അരുൺരാജ്, 24, കൊല്ലം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ നിന്ന് നേതാക്കൾ പിന്നോട്ട്. രാജി വേണ്ടെന്ന നിലപാടിലേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും. പരാതി പോലുമില്ലാതെ എങ്ങനെ രാജി ആവശ്യപ്പെടുമെന്ന് KPCC നേതൃത്വം. പാർട്ടിയിലെ മറ്റ് നേതാക്കളും സമാന നിലപാടിലേക്ക് എത്തുന്നുണ്ട്. 24 ബ്രേക്കിംഗ് വിവരങ്ങളുമായി മനീഷ് മഹിപാലും AV ജയശങ്കറും ചേരുകയാണ്. ആദ്യം മനീഷ് മഹിപാലിലേക്കാണ്. മനീഷ്, ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, അപ്പോൾ ഇനി MLA സ്ഥാനം രാജിവെക്കേണ്ട, ഒരു സ്വതന്ത്ര MLA ആയി തുടരുമെന്നാണ്. ഇതൊക്കെ സാങ്കേതികമായി എത്രത്തോളം സാധ്യമാണ്? ഒപ്പം തന്നെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഈ നടപടികൾ സഹായിക്കുമോ? ക്രിസ്റ്റീന, നിലവിൽ ഹൈക്കമാൻഡ് ഇത് കേരള ഘടകത്തോട് ഈ വിഷയത്തിലൊരു തീരുമാനമെടുത്ത് അറിയിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക തിരക്കിട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കുകയാണ്. നിലവിൽ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർക്കാൻ ഇന്നലെ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ സാങ്കേതിക വിദഗ്ധർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈനായി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാനായില്ല. ഇന്നോ നാളെയോ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന ശേഷം ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കും. നിലവിൽ നേതാക്കളുടെ ആദ്യത്തെ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് തന്നെയായിരുന്നു. അത് മുതിർന്ന നേതാക്കളാണെങ്കിൽ കൂടി VM സുധീരൻ, K മുരളീധരൻ പോലുള്ള മുതിർന്ന AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ രാജിവെക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. ഒപ്പം തന്നെ നിലവിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന KPCC അധ്യക്ഷനാണെങ്കിലും UDF കൺവീനറാണെങ്കിലും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെങ്കിൽ കൂടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ രാജി വേണം, അതായത് പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ തന്നെ നിന്നു. ഒപ്പം തന്നെ വനിതാ നേതാക്കൾ, ഒരു നിര ആയിട്ടുള്ള വനിതാ നേതാക്കളും രാജിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന ഏക ഘടകം അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന ആശങ്കയാണ്. കാരണം ഒരു വർഷം ഇല്ല എങ്കിൽ കൂടി, ഒരു വർഷം വേണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള സമയത്ത് ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. BJPക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനൊരു ബൈ ഇലക്ഷൻ വന്ന് അവിടെ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ അവിടെ സീറ്റ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടാതെ തന്നെ അവിടെ ഭൂരിപക്ഷം കുറയുക ചെയ്തു കഴിഞ്ഞാൽ അത് അടുത്ത തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ UDFന് ഭരണം കിട്ടുന്നതിലേക്ക് എത്താൻ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാക്കുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ ഉപദേശം തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് ഉചിതമാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ മുറവിളിയുണ്ട്. ഒരു ചെറിയ ശതമാനം രാഹുൽ അനുകൂല, പ്രത്യേകിച്ചും ഷാഫി പറമ്പിലെ പോലുള്ള നേതാക്കൾ മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം നിരയിലെ അണികൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട. ഒപ്പം തന്നെ ഉമാ തോമസിനെ പോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന നേതാക്കളെ വിമർശിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലടക്കം രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാട് സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന തെറ്റായ സന്ദേശമായിരിക്കും. പാർട്ടിയിൽ നിന്നും ദീർഘകാലത്തേക്ക് സസ്പെൻഡ് ചെയ്താൽ മാത്രം പോലെ അത് സംഘടനാകാർ നടപടിയെടുക്കുന്നത് മാത്രമല്ല, അത് പൊതുസമൂഹത്തിന് മുൻപിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിനെ അടക്കം ബാധിക്കുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിനടക്കം BJPക്ക് വലിയ സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ACC നേതൃത്വവും KPCC നേതൃത്വവും പരസ്പരം പന്താടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ കൂടി ഇന്നോ നാളെയോ രാഹുൽ പാലക്കാട് നിയമസഭാ സ്ഥാനം രാജിവെക്കുമോ അല്ലെങ്കിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം ഇന്നോ നാളെയോ നമുക്ക് നോക്കിക്കാണാം. ക്രിസ്റ്റീന, ഉന്മേഷ്. കോൺഗ്രസിന്റെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്, അത് ഇന്നോ നാളെ ഉണ്ടാകും എന്ന് ഇപ്പോൾ മനീഷ് മഹിപാൽ അറിയിക്കുന്നു. AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ രാജ്യാവശ്യത്തിൽ നേതാക്കൾ പിന്നോട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഈ രാഹുലിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണ്? ഈ വാർത്താ സമ്മേളന സാധ്യതകളൊക്കെ ഉണ്ടോ? ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം രാജിക്കില്ലെന്നൊരു നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുകയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവന്തികയ്ക്കെതിരെ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം പ്രതിരോധം തീർത്ത രാഹുൽ മടങ്ങി. പിന്നീട് പുറത്തേക്ക് MLA ബോർഡ് വെച്ച വാഹനത്തിൽ പുറത്തേക്ക് പോയി 45 മിനിറ്റോട് ശേഷം തിരുവനന്തപുരത്തേക്ക് എന്ന് തോന്നിക്കുന്ന തരത്തിൽ പോകിയ ആൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവിലെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഒരു രാജിയിലേക്ക് ഇല്ല എന്ന് തന്നെയാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് അത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഇപ്പോഴും ചെറുത്തു നിൽക്കാനാകും, ഈ വിഷയം അവസാനിപ്പിക്കാനാകുമെന്നൊരു പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. കൂടുതൽ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, തൻ്റെ ഒരു വേർഷൻ അത് പറയാനുണ്ട്. അത് ഓരോ ദിവസങ്ങളിലായി ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് അത് അവതരിപ്പിക്കുമെന്നാണ് രാഹുൽ ക്യാമ്പ് നിലവിൽ പറയുന്നത്. പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും ഇത്തരത്തിൽ രാഹുൽ രാജിവെക്കണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് രാഹുൽ ക്യാമ്പ് പറയുന്നത്. ചില മുതിർന്ന നേതാക്കൾ 1, 2, 3 പൊസിഷനിലൊക്കെ ഇരിക്കുന്ന മുതിർന്ന നേതാക്കൾ അവർ മറ്റ് നേതാക്കളെ വിളിച്ച് ഇത്തരത്തിൽ പരസ്യമായി രാജിയാവശ്യം ഉന്നയിപ്പിച്ച് ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നതൊരു ആക്ഷേപം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. ആ കാര്യത്തിൽ അതൃപ്തിയുണ്ട്. പക്ഷേ നിലവിലൊരു സാഹചര്യം അത് കോൺഗ്രസിനുള്ളിൽ രാഹുലിനെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ്. കാരണം ഭൂരിപക്ഷം ആളുകളും രാജിയെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ രാഹുൽ അതിന് വഴങ്ങാതെ നിൽക്കുന്ന സാഹചര്യം. രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ആലോചന പാർട്ടിക്ക് ഉള്ളിലുണ്ട്. എന്തായാലും അധികം വൈകാതെ രാഹുലിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നിലപാട്, തീരുമാനമൊക്കെ അറിയാൻ സാധിക്കും. മനീഷ് പറഞ്ഞതുപോലെ 1 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും. കാരണം ഇത് വലിച്ചു നീട്ടിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അത് തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ വെല്ലുവിളിയാകുമെന്ന ഒരു നിരീക്ഷണം നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃപരമായ ഇടപെടലിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നിലവിലെ ആലോചന. രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെ ചേരുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും ഒപ്പം തന്നെ ഒരു തീരുമാനവും ഉന്മേഷം ഉണ്ടാകും. എന്തായാലും രാഹുൽ ക്യാമ്പ് രാജി വേണ്ട എന്നൊരു തീരുമാനത്തിലാണ്. പ്രതിരോധം തീർക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. ചടുലമായ ചില നീക്കങ്ങളൊക്കെ രാഹുൽ ക്യാമ്പ് ആലോചിക്കുന്നുണ്ട്. അതൊക്കെ വരും മണിക്കൂറുകളിൽ എന്തായാലും പുറത്തു വരും. അതിന്റെ വിവരങ്ങളൊക്കെ നൽകാനാകും. ഉന്മേഷ്, ക്രിസ്റ്റീന. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെയും 11 വയസ്സുകാരിയുടെയും ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ഇവർ ഉൾപ്പെടെ 8 പേരാണ് ചികിത്സയിലുള്ളത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഒരു പനി പോലെയൊക്കെ പടരുന്ന ഒരു രോഗമെന്ന രീതിയിൽ ഒരു ആശങ്ക പടരുന്ന തരത്തിലുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഈ ആശുപത്രിയിലായിരിക്കുന്നവരുടെ അവസ്ഥയും ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്? ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. 8 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ആരോഗ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് രോഗ ഉറവിടം, എല്ലാവരുടെയും രോഗ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ്. ഏറ്റവും ഒടുവിൽ 25-കാരനായിട്ടുള്ള വയനാട് സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 6 പേർ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇതിൽ 3 പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ, 3 പേർ കോഴിക്കോട്
കോഴിക്കോട് നിന്നുള്ളവർ, 2 പേർ വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകൾ. അങ്ങനെ ആകെ 8 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 3 മാസം പ്രായമായൊരു കുഞ്ഞടക്കമുണ്ട്. ഈ കുഞ്ഞിപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ടുള്ള പുരോഗതിയില്ല, അത് ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം. തലക്കുളത്തൂർ പഞ്ചായത്തിലെ 31കാരൻ്റെ ആരോഗ്യനില നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. നിലവിൽ ഈ വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധന ലഭിക്കാത്തതും ഉറവിടം വ്യക്തമാകാത്തതുമാണ് ഒരു ആരോഗ്യ വകുപ്പിന് മുന്നിലെ ഒരു വെല്ലുവിളിയായി തുടരുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്. പ്രാദേശികമായി ഈ രോഗം സ്ഥിരീകരിച്ച കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. ഇവർ പോയിട്ടുള്ള ഈ നീന്തൽ കുളങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെയും ഒരു ഫലം പോസിറ്റീവ് ആകുന്നു എന്നുള്ളത് തികച്ചും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. മിനിഞ്ഞാന്നും ഒരു പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നു. ഈ തരത്തിലാണ് ഇപ്പോൾ 8 കേസുകൾ ജില്ലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പേർ കോഴിക്കോട്, 3 പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരും 2 പേർ വയനാട് ജില്ലയിൽ നിന്നുള്ളവരുമാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി ഗുജറാത്തിൽ എത്തുന്നത്. 5400 കോടി രൂപയുടെ വികസന പദ്ധതികൾ അഹമ്മദാബാദിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അടിസ്ഥാന വികസനം, ഊർജ്ജം, റോഡ്, റെയിൽവേ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുക. വൈകിട്ട് 6 മണിക്ക് അഹമ്മദാബാദിൽ പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ് താൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് എന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി. അമിത്ഷായുടേത് ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി പറയില്ല. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ കണ്ട് പിന്തുണ തേടില്ലെന്നും സുദർശൻ റെഡ്ഡി തമിഴ്നാട്ടിൽ പറഞ്ഞു. The oath under the Constitution of India, declaring my allegiance to the Constitution of India as by law established. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഇന്ത്യ മുന്നണി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡി തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചെന്നൈയിൽ വിശദീകരിച്ചത്. ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്താണ് താൻ എല്ലാ ചുമതലകളും ഏറ്റെടുത്തിട്ടുള്ളത്. ഭരണഘടനാ പദവിയായ ഉപരാഷ്ട്രപതി കസേരയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ളവർ എത്തരുത്. ഇതിനുവേണ്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ലാത്ത താൻ സ്ഥാനാർത്ഥിയായത്. Office of the Vice President of India is not a political institution, a high constitutional office who is required to function without any affection or ill will, exercise the functions and the duties in an impartial manner. വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാനില്ല. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു 40 വർഷമായി സുഹൃത്താണ്. പക്ഷേ പിന്തുണ തേടി സമീപിക്കില്ല. It is the members of the parliament who are required to elect their vice president. And I do not have any particular quarrel with Sri Chandrababu Naidu, whom I know for the last more than 40 years, to consider my candidature on its own merits. തമിഴ് സ്റ്റൈലിൽ മുണ്ടും ഷർട്ടുമിട്ട് ചെന്നൈയിലെത്തിയ സുദർശൻ റെഡ്ഡിയെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്വീകരിച്ചു. പ്രധാനപ്പെട്ട DMK, കോൺഗ്രസ്, VCK, CPM, CPI നേതാക്കൾ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. 24 ചെന്നൈ. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നൽകിയ ഹർജിയും KA പോൾ നൽകിയ ഹർജിയുമാണ് പരിഗണിക്കുക. വിനീത വിജിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ KA പോളിന്റെ ആവശ്യങ്ങൾ ഈ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ വിലക്കണം എന്നതൊക്കെയാണല്ലോ. എപ്പോഴാണ് കോടതി ഈ ഹർജികളൊക്കെ പരിഗണിക്കുക? വിനീത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഈ ഹർജികൾ പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാധ്യമങ്ങളെ 3 ദിവസത്തേക്ക് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തണം. ഒപ്പം തന്നെ കാന്തപുരത്തെയും ഈ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാദങ്ങളിൽ വിലക്കേർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KA പോൾ ഹർജി കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഹർജിയിൽ ഈ മാസം 25-നോ 24-നോ ഒക്കെ ഒരുപക്ഷെ നിമിഷപ്രിയ
നിമിഷപ്രിയയുടെ വധശിക്ഷ ഉണ്ടാകുമെന്ന തരത്തിലേക്കുള്ള ചില സൂചനകളും അത്തരത്തിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ ഹർജിയിൽ കെ എ പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ ഈ ഹർജി നൽകിയിരിക്കുന്നതെന്നായിരുന്നു കെ എ പോളിന്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഒപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ഈ തന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊന്നും നടത്തരുതെന്ന് നിമിഷപ്രിയ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് അവർ കത്ത് നൽകിയിരുന്നുവെന്നും കെ എ പോളിന്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും ഈ കെ എ പോളിന്റെ ഇടപെടലുകളിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇതിനോടകം തന്നെ അതൃപ്തി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മോചനം കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നത് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ മുഖാന്തരമാണ്. കാന്തപുരത്തിന്റെ അടക്കമുള്ള ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഈ കെ എ പോൾ നടത്തുന്ന ഈ ഇടപെടലുകൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിൽ പറയുന്നത്. കാരണം പലതരത്തിലുള്ള വാദങ്ങൾ കെ എ പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കെ എ പോൾ നടത്തുന്നു എന്ന് പറയുന്ന ഇടപെടലുകളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയും ചെയ്തു. പക്ഷേ ആ പശ്ചാത്തലത്തിലും നിമിഷപ്രിയയുടെ ബന്ധുക്കൾ, അമ്മയും ഒപ്പം തന്നെ ഭർത്താവും ഒക്കെ ഈ കെ എ പോളിനെ പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇത് ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രസക്തി അടക്കം ബാധിക്കുമെന്നായിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ ഒരു വാദം ഉണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് വിശദമായിട്ടുള്ളൊരു വാദം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കെ എ പോൾ നൽകിയിരിക്കുന്ന ഹർജിയുടെ പ്രധാന ആവശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് കോടതി പരിഗണിക്കുക. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ബ്രിക്ടൺ ഹൗസിന്റെയും SDAT ഡോൾഫിൻ സ്വിമ്മിംഗ് അക്കാദമിയുടെയും സഹകരണത്തോടെ ചെന്നൈയിൽ ഇന്റർ ക്ലബ് സബ് ജൂനിയർ നീന്തൽ മത്സരം സംഘടിപ്പിച്ചു. കെസ്പ ഉപദേശകനും ഒളിമ്പ്യനുമായ രഞ്ജിത് മഹേശ്വരി ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോർഡ് MD പൂജ കുൽക്കർണി IAS മുഖ്യാതിഥിയായി. സംസ്ഥാന അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖർ, കെസ്പ പ്രസിഡന്റ് ജയശങ്കർ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരിൽ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുടെ സംഘടന നിലവിൽ വന്നു. ഫേസ് 1 ഉൾപ്പെട്ട കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കപ്പെട്ടത്. പുനരധിവാസ പ്രവർത്തനത്തിൽ ഫേസ് 1 ഉൾപ്പെട്ടവരെ ആദ്യം പരിഗണിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ഒരു സംഘടന കൂടി നിലവിൽ വന്നിരിക്കുകയാണ്, ഫേസ് 1 അസോസിയേഷൻ. അതായത് ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾ നഷ്ടപ്പെട്ട അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മയാണിത്. 2 സംഘടനകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് ഈ സംഘടന വിഭാവനം ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഇങ്ങനെ ഒരു പുതിയ ഒരു സംഘടന എന്നുള്ള തരത്തിലേക്ക് തീരുമാനം? 170 പരം ആളുകൾ, അതായത് 170 പരം വീടുകൾ പൂർണ്ണമായിട്ടും വാഷ് ഔട്ട് ആയിട്ട് ഫേസ് 1 എന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട് സർക്കാർ. അതിൻ്റെ ആസ്പദമായിട്ട് ഞങ്ങൾ ഫേസ് 1 കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് മുന്നോട്ടുള്ള സർക്കാർ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തതാണ്. ഫേസ് 1 ദുരിതബാധിതരായ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പുനരധിവാസം ഉറപ്പുവരുത്തുക. കാരണം ഞങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ കുറേ സ്ത്രീകളുണ്ട്, മക്കളുണ്ട്. ഇവരൊക്കെ വളരെ ആശയക്കുഴപ്പമായിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെത്രയും പെട്ടെന്ന് വീടും കാര്യങ്ങളും സർക്കാർ പറഞ്ഞ പോലെ ഡിസംബറിൽ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വീട് ഞങ്ങൾക്ക് ചെയ്തു തന്ന് ഞങ്ങളെ പുനരധിവാസം ഉറപ്പുവരുത്തുക. വീട് നഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ അവരെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കണം എന്നാണോ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്? അതിൽ അവരെ പരിഗണിക്കണം, നിർബന്ധമാണ്. കാരണം ഞങ്ങൾ മൊത്തം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ആളുകളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും പോയ ആളുകളാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വാഷ് ഔട്ടായി പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഞങ്ങളെ കാണുന്നതും ഫേസ് 1 എന്ന കാറ്റഗറിയിൽ പെടുത്തിയതും അതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു ഫേസ് 1 കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തത്. വേറെ എന്തെങ്കിലും ഡിമാൻഡ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഡിമാൻഡ് മുന്നോട്ട് വെക്കാറ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് വെച്ച് തരിക. പിന്നെ 9,000 രൂപ മാസം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, അതായത് ഒന്ന് പെൻഡിങ് ഇല്ലാത്ത രീതിയിൽ പുനരധിവാസം സാധ്യമാക്കുക. ഇങ്ങനൊരു സംഘടന, പുതിയൊരു സംഘടന രൂപീകരിക്കാനുള്ള സാഹചര്യം എന്താണ്? അത് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇനി മുന്നോട്ട് നമുക്ക് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന വീട് തന്നെ വാടക വീടാണ്. അപ്പോൾ അവർ ഇതിപ്പോൾ വീട് ഏകദേശം കച്ചവടമായി. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറി ഓരോ വീടുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് വീടായിട്ട് സാർ പറഞ്ഞ പോലെ നമുക്ക് ഡിസംബർ ആകുമ്പോഴേക്കും വീട് എല്ലാ പണി തീർത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തരിക എന്നുള്ള ഒരു തന്നെയാണ്. ഭയങ്കര പിന്നെ വാടകകൾ ഓരോ വർഷം ചെല്ലുന്നതോറും കൂടി കൊടുക്കുക. 11 മാസത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എഗ്രിമെന്റ് വെക്കുക. അത് കഴിയുമ്പോഴേക്കും വാടക കൂടുതൽ വരുന്നൊരു ബുദ്ധിമുട്ടും. നമുക്ക് 6,000 തരുന്നുണ്ട്, 10,000 രൂപ ബാക്കി നമ്മൾ 4,000 രൂപ കയ്യിൽ നിന്ന് നമ്മൾ കൂട്ടേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. എന്തായാലും 2 സംഘടനകൾ ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടേതായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒരു സംഘടന കൂടി രൂപം നൽകിയിരിക്കുന്നത്. ആ സംഘടനയ്ക്ക് അവർ ആദ്യഘട്ടത്തിൽ ആദ്യ പരിഗണന ഇവർക്ക് തന്നെ നൽകണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കോതമംഗലം 3 ശാന്ത കൊലപാതകത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം.
മൃതദേഹം കണ്ടെത്തിയ വീട്ടിലും പരിസരത്തും നടത്തിയ പരിശോധനയിൽ നിർണായകമായതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ലാൽ, ഗുഡ് മോർണിംഗ്. പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട്? ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ലാൽ പോലീസിന്? രമേശ്, ഈ മൃതദേഹം കണ്ടെടുത്ത് 22-ാം തീയതി കോതമംഗലത്ത് വെച്ചാണ് രാജേഷിന്റെ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആകുന്നത്. അതിനുശേഷം രാജേഷ് എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ച് ഏകദേശ ധാരണ മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. അത് പെരുമ്പാവൂർ വഴിയുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാന്തയുടെ ഫോണും രാജേഷിന്റെ ഫോണും രാജേഷിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് പോലീസിന്റെ അനുമാനം. പക്ഷേ ഫോൺ ഇതുവരെ രാജേഷ് ഓൺ ചെയ്തിട്ടില്ല. മാത്രമല്ല, അടുത്ത ബന്ധുക്കളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനും നിർണായകമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാനം വിട്ട് രാജേഷ് പോയിട്ടില്ല എന്ന അനുമാനത്തിൽ തന്നെയാണ് പോലീസ്. രാജേഷിനെ പിടികൂടുന്നതിന് മുൻപായി മറ്റ് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതിനാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അതായത് കൊല്ലാൻ ഉപയോഗിച്ച മറ്റ് ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഈ കൊല നടത്തിയ സ്ഥലം ഏതാണ്, കൊന്ന ശേഷം ഇവിടേക്ക് കൊണ്ടുവന്നതാണോ എന്നീ കാര്യങ്ങളിലെല്ലാം പ്രാഥമികമായി പരിശോധന നടത്തി ഒരു തെളിവ് ശേഖരണം നടത്തുക എന്ന രീതിയിലാണ് അന്വേഷണം നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് രാജേഷ് രക്ഷപ്പെടാനും ശാന്തിയെ കൂട്ടിക്കൊണ്ടുപോകാനും ഉപയോഗിച്ചൊരു കാറ് കണ്ടെത്തിയത്. അത് കോതമംഗലത്ത് നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാറിൽ ഫോറൻസിക് പരിശോധന നടത്താം എന്നുള്ളതാണ് തീരുമാനം. അതായത് ഈ കാറിൽ വെച്ചാണോ കൃത്യം നടന്നിരിക്കുന്നത്, കാറിൽ നിർണായകമായ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന കാര്യങ്ങൾ കൂടിയാണ് പരിശോധിക്കുന്നത്. നിലവിലുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. ഇയാളെ കണ്ടെത്തുന്നതിന് പുറമെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ, കൂട്ടുപ്രതികളുണ്ടോ എന്നീ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞ് പല ഡിപ്പാർട്ട്മെന്റുകളായി തിരിഞ്ഞുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. നമ്മൾ പോലീസുകാരോട് സംസാരിക്കുമ്പോൾ കേസ് അധികം നീണ്ടു പോകില്ല എന്നൊരു സൂചന അവർ നൽകുന്നുണ്ട്. അതായത് ഇവരുടെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ ഇവരുടെ കൺട്രോളിലുള്ള ഏതോ ഒരു ഏരിയയിൽ തന്നെ രാജേഷിനെ അവർ ട്രേസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവർ പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. അതിന് മുന്നോടിയായി തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റ് തെളിവുകൾ കൂടി കയ്യിലാക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്ന തന്ത്രത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ശരി, കോതമംഗലം ഊന്നുകൽ കൊലപാതകത്തിൽ പ്രതി രാജേഷിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലാൽകൃഷ്ണൻ. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരാതിക്കാരിക്ക് തെളിവുകൾ ഹാജരാക്കാനുള്ള അവസാന അവസരമാണ് ഇന്ന്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആര് തെളിവായി കൊണ്ടുവന്നാലും സ്വീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കോടതി വേടൻ അനുകൂലമെന്ന് തോന്നിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഈ യുവതിയുടെ അഭിഭാഷക കൊണ്ടുവന്ന ചില തെളിവുകളെ ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് എന്തായിരിക്കാം കോടതിയിൽ നടക്കുക? ക്രിസ്റ്റിന, കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഊന്നി, വേടനെതിരെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഊന്നിയായിരുന്നു അഭിഭാഷകയുടെ പരാതിക്കാരിയുടെ വാദം. ഇതിനെയാണ് കോടതി ചോദ്യം ചെയ്തത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എങ്ങനെയാണ് കോടതിക്ക് പരിഗണിക്കാനാകുക എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ അഭിഭാഷക വ്യക്തമാക്കിയത് ഇതിനു മുൻപ് ചില കേസുകളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. ഏത് പോസ്റ്റ് ഏത് കോടതി എന്ന് ചോദിച്ചു, എപ്പോൾ ഹാജരാക്കാനാകുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ബുധനാഴ്ച സമയം ആവശ്യപ്പെട്ടത്. പക്ഷേ തിങ്കളാഴ്ച വരെ സമയം അനുവദിക്കാനാകുമെന്ന് കോടതി പറഞ്ഞു. ഈ ഹർജി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാവില്ല, പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് പരമാവധി തെളിവുകൾ ഹാജരാക്കാൻ ഒരവസാന അവസരമായി പരാതിക്കാരിക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിച്ചപ്പോഴൊക്കെ തന്നെ കോടതി സ്വീകരിച്ചൊരു നിലപാട് വേടൻ അനുകൂലമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അതെങ്ങനെയാണ് പീഡനമാകുക അല്ലെങ്കിൽ റേപ്പാകുക എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. നിലവിൽ ഇന്ന് രാവിലെ തന്നെ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും വേടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകുന്നവരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. 2021-23 കാലയളവിൽ തന്നെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ യുവതി നൽകിയ പരാതിയിൽ കേസെടുത്തത്. അതോടൊപ്പം തന്നെ വേടനെതിരെ മറ്റ് 2 പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു പരാതി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയാണ്. ക്രിസ്റ്റീന. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിച്ചതിന് എതിരെയുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസാണ് ഹർജി നൽകിയത്. തോമസ് ഐസക്കിന്റെ നിയമനം പൊതുഖജനാവിന് മാസം 1 ലക്ഷം രൂപയോളം ബാധ്യതയാക്കുമെന്ന് ആരോപിച്ചാണ് ഹർജി. ഉപദേഷ്ടാവെന്ന നിലയിൽ തോമസ് ഐസക്ക് പ്രതിഫലം പറ്റുന്നില്ലെന്നും ഡ്രൈവർ അടക്കമുള്ളവർക്ക് പ്രതിഫലവും ഇന്ധനച്ചെലവുമാണ് അനുവദിക്കുന്നതെന്നുമായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. നിയമന ഉത്തരവിലെ ന്യൂനതകൾ കോടതി ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെ സർക്കാർ കഴിഞ്ഞ ദിവസം പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമും ഹർജിയിൽ കക്ഷിയാണ്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക.
തകർന്ന് 2 വർഷത്തിലേറെയായിട്ടും അധികൃതർ കുഴിയടയ്ക്കാൻ പോലും തയ്യാറാകാത്ത ഒരു റോഡുണ്ട് കോതമംഗലത്ത്. കോതമംഗലം മാതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങി മലയപ്പീടികയിൽ അവസാനിക്കുന്ന റോഡിനെ ആശ്രയിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. വലിയ കുഴിയിൽ വീണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടം പറ്റുന്നത് പതിവായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കോതമംഗലം നഗരസഭയെയും നെല്ലിക്കുഴി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന 3 കിലോമീറ്റർ പാത മാതിരപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് വെണ്ടുവഴിയിലൂടെ മേലേപ്പടി വരെ നീളുന്ന റോഡ് കഴിഞ്ഞ 3 കൊല്ലമായി കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കുകളിലെ 40-ലേറെ വിദ്യാലയങ്ങളിലെ ബസ്സും ആയിരക്കണക്കിന് യാത്രക്കാരും ഉപയോഗിക്കുന്ന പാതയാണ് ഇന്ന് അപകടപാതയായി മാറിയത്. എല്ലാവരും സഞ്ചാര സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നേ വരെ ഇതിൻ്റെ കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളോ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൻ്റെ മൂവാറ്റുപുഴ സ്ഥലങ്ങളിൽ നിന്നൊരു 10-40 വണ്ടികൾ, പല സ്കൂളുകളിൽ നിന്നായിട്ടുള്ള 10-40 വണ്ടികൾ സ്കൂൾ ബസ് ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ്. ഇപ്പോൾ കാൽനട വരെയും പറ്റില്ല. വാഹന സഞ്ചാരം മാത്രമല്ല, കാൽനടയ്ക്ക് വരെയും സാധിക്കില്ല. റോഡ് റീടാർ ചെയ്യാമെന്ന അധികൃതരുടെ ഉറപ്പല്ലാതെ കുഴിയടയ്ക്കാൻ പോലും ആരും എത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മറ്റൊരു പ്രശ്നമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കോൺട്രാക്ടർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, കോൺട്രാക്ടർ വിളിച്ചാൽ കിട്ടുന്നില്ല, പിന്നെ പറയുന്നത് ഫണ്ടില്ല. അങ്ങനെ ഓരോരോ പരാതികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. മഴക്കാലമായാൽ കുഴിയേതാ വഴിയേതാ എന്ന് തിരിച്ചറിയാനാകാത്ത റോഡിൽ ചെറുതും വലുതുമായ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മഴ മാറിയാൽ പൊടിശല്യവും രൂക്ഷം. സഞ്ചാരയോഗ്യമായ പാതയ്ക്കായി പ്രക്ഷോഭത്തിനും തയ്യാറാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം. 24 ഇടുക്കി. ഇനി ലോകവാർത്തകളുടെ സമയമാണ്. വാർത്താലോകം. വ്ളാദിമിർ പുടിൻ വൊളോദിമിർ സെലൻസ്കി സമാധാന ചർച്ച ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളി റഷ്യ. യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായുള്ള ചർച്ച നിശ്ചയിച്ചിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. ചർച്ചയുടെ അജണ്ട ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും സെർജി ലാവ്റോവ് പ്രതികരിച്ചു. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ അലാസ്ക ചർച്ചകൾ അത് പൂർണ്ണമായി വിജയത്തിലെത്തിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം JD വാൻസ് പറഞ്ഞതുപോലെ അത് ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്ന ആദ്യ ചുവടാണെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഈ ചർച്ച, പുടിൻ സെലൻസ്കി ചർച്ച ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണല്ലോ ഇപ്പോൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഉച്ചകോടിക്കുള്ള അജണ്ട തയ്യാറാകുമ്പോൾ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തയ്യാറാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഒരു അജണ്ട ശരിയായിട്ടില്ല. ഇരു രാജ്യങ്ങളെയും ചർച്ചയ്ക്കായി ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറെ ശ്രമം നടത്തിയിരുന്നു. പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ റഷ്യയുടെ ഈ നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് വലിയ ശുഭാപ്തി വിശ്വാസമാണ് ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചത്. ആരോഗ്യപരമായ നയതന്ത്രത്തിലൂടെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെന്നും വാൻസ് പറയുന്നു. പല കാര്യങ്ങളിലും റഷ്യ അയഞ്ഞു തരികയും ചെയ്തു. പക്ഷേ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നുമില്ല. അത് മാത്രമല്ല, യുക്രൈനിൽ ഒരു പാവ സർക്കാർ ഉണ്ടാക്കുവാനുള്ള റഷ്യയുടെ നീക്കങ്ങൾ നടക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ടെന്നും വാൻസ് പറയുന്നു. ഇപ്പോൾ ഒരു പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച നടക്കില്ല എന്ന് ഈ സെർജി ലാവ്റോവ് പറഞ്ഞതോടെ ഈ തിരക്കിട്ട് നടക്കുന്ന ശ്രമങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു വെള്ളമൊഴിച്ച അവസ്ഥയായി മാറിയിരിക്കുകയാണ്. NBC ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് എന്ന് പറയുന്ന പ്രശസ്തമായ പ്രോഗ്രാമിലാണ് സെർജി ലാവ്റോവ് തന്റെ ഈ നിലപാടുകളൊക്കെ ഇന്ന് വ്യക്തമാക്കിയത്. ട്രംപിന്റെ പുടിനുമായിട്ടുള്ള അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്കറിയാം റഷ്യ യുക്രൈനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഉടമസ്ഥയിലുള്ള യുക്രൈനിലുള്ള ഒരു ഇലക്ട്രോണിക് ഫാക്ടറിക്ക് നേരെയും റഷ്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണ, ഉന്മേഷ്. ഖത്തറിലെ ജയിലുകളിൽ കഴിയുന്ന മലയാളികളുടെ മോചനത്തിനായി കഴിയുന്ന സഹായമെല്ലാം ചെയ്യുമെന്ന് ചാണ്ടിയുമ്മൻ MLA ദോഹയിലെ 24 ഓഫീസ് സന്ദർശിച്ചപ്പോഴാണ് ചാണ്ടിയുമ്മൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ കുറെ കൂടി ശാസ്ത്രീയമായ പരിശോധനകൾ വേണമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. വിവരങ്ങളുമായി ദോഹയിൽ നിന്നും അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏകദേശം 10,000-ഓളം ഇന്ത്യക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്നത്. ഇതിൽ തന്നെ 60% പേരും 6 ഗൾഫ് രാജ്യങ്ങളിൽ, ഖത്തർ ഉൾപ്പെടെയുള്ള 6 ഗൾഫ് രാജ്യങ്ങളിലെ ജയിലുകളിലാണ് വർഷങ്ങളായി ജയിൽ ശിക്ഷ നേരിടുന്നത്. ഖത്തറിലെ കണക്കാണെങ്കിൽ ഏകദേശം 611 പേരാണ് ഖത്തറിലെ ജയിലുകളിൽ കഴിയുന്നത്. വലിയൊരു ശതമാനം മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ നേരിടുന്നവരാണ്.
ചാണ്ടി ഉമ്മൻ 24-ന്റെ ഖത്തറിലെ 24 ഓഫീസ് സന്ദർശിച്ചപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്ത ഒരു വിഷയം ഈ തടവുകാരുടെ മോചനത്തിനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിഷയമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് B2B കോർപ്പറേറ്റ് സർവീസ്, ദോഹയിൽ തന്നെയുള്ള B2B കോർപ്പറേറ്റ് സർവീസ് എല്ലാ തരത്തിലുള്ള നിയമസഹായങ്ങളും നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിമാനത്താവളങ്ങളിലെ പരിശോധനയുടെ അപര്യാപ്തതയാണ്. ഖത്തറിലെ വിമാനത്താവളത്തിലാണെങ്കിൽ റോബോട്ടിക് സംവിധാനം ഉൾപ്പെടെയുള്ള വളരെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെയാണ് ഇത്തരക്കാരെ കണ്ടെത്തുന്നത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ 24 ചാനൽ ഇത് നടത്തിവരുന്ന SKN40 എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെടുത്തി തന്നെ ഈ ഖത്തറിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിന്റെ അത്തരം നെക്സസുകൾ കണ്ടെത്താനും കേരളത്തിലെ വിമാനത്താവളങ്ങളിലെ പരിശോധന ശക്തമാക്കാനും ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ നമുക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകിയിട്ടുണ്ട്. 5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി അംഗനവാടി നിർമ്മിച്ചിരിക്കുകയാണ് ഒരു ജനപ്രതിനിധി. കോട്ടയ്ക്കൽ നഗരസഭാംഗം രാഗിണിയാണ് അമ്മയുടെ ഓർമ്മയ്ക്കായി അംഗനവാടി നിർമ്മിച്ചത്. രാഗിണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് നിറവേറ്റപ്പെട്ടത്. കോട്ടക്കൽ നഗരസഭയിലെ തോക്കംപാറയിൽ ഇടതു സ്ഥാനാർത്ഥിയായി രാഗിണി മത്സരിക്കുമ്പോൾ നാട്ടുകാർക്ക് വാക്ക് നൽകിയതാണ് അങ്കണവാടി നിർമ്മിക്കുമെന്നത്. പരിമിതികളാൽ പൊറുതിമുട്ടുന്ന അപ്പോഴത്തെ അങ്കണവാടിയുടെ ദുരിതം കണ്ടായിരുന്നു ഈ പ്രഖ്യാപനം. 4 വർഷം മുൻപ് രാഗിണിയുടെ അമ്മയുടെ നവതി ആഘോഷിച്ചപ്പോൾ അങ്കണവാടിക്കായി 10 ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങി നൽകി. തറക്കല്ലിനു മുൻപേ അമ്മ മരിച്ചു. അമ്മ നൽകിയ ഭൂമിയിൽ നല്ല സ്മാർട്ട് അങ്കണവാടി കുട്ടികൾക്കായി ഇപ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞു. മീനാക്ഷിക്കുട്ടിയമ്മ മെമ്മോറിയൽ അങ്കണവാടി. എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് കുടിവെള്ളവും, ഒന്ന് ഇവിടെ സ്വന്തമായിട്ടൊരു അങ്കണവാടി എന്നുള്ളത്. 90-ാം പിറന്നാളിൻ്റെ അന്നാണ് ഇത് നമ്മൾ അങ്കണവാടിക്കുള്ള സ്ഥലം കൈമാറിയത്. അപ്പോൾ അമ്മയുടെ പേര് തന്നെ, മുനിസിപ്പാലിറ്റി എല്ലാവരും എടുത്ത തീരുമാനം തന്നെയാണ് അമ്മയുടെ പേരിലായിരിക്കണം ഈ അങ്കണവാടി അറിയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഉള്ളാട്ടിൽ മീനാക്ഷിക്കുട്ടിയമ്മ സ്മാരക അങ്കണവാടിയായി മാറിയത്. എന്നെ സംബന്ധിച്ച് ഇത് പ്രാവർത്തികമാവും എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് വളരെ സന്തോഷം. ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് ഇനി കിട്ടാനില്ല. സംസ്ഥാന സർക്കാർ അനുവദിച്ച 17 ലക്ഷം രൂപയും നഗരസഭയുടെ 10 ലക്ഷം രൂപയും ഉപയോഗിച്ച് 27 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം പണിതത്. വിശാലമായ ഹാൾ, കിച്ചൺ, കളിസ്ഥലം, ശുചിമുറി എന്നിവയുണ്ട്. മന്ത്രി വി അബ്ദുറഹ്മാൻ അങ്കണവാടി ഉദ്ഘാടനം ചെയ്തു. 24 തിരൂർ. MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങൾ കൂടി കേൾക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. KPCC അധ്യക്ഷനുമായുള്ള ആശയവിനിമയത്തിലാണ് നേതാക്കളുടെ നിർദ്ദേശം. സലിം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ നേതാക്കളുടെ ആശയവിനിമയത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ? സലിം, ഇന്നലെ രാത്രി വരെയും KPCC അധ്യക്ഷൻ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട KPCC നേതാക്കളുമായും ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിയിൽ കുറഞ്ഞ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിന് പിന്നാലെ രാജി എന്നൊരു ആവശ്യത്തിലേക്ക് KPCC നേതൃത്വം എത്തിയതായിരുന്നു. അതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിൽ അവന്തികയുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളിലെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ പക്കലുണ്ടായിരുന്ന തെളിവുകളും പുറത്തുവിട്ടതോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കളിലെ ഒരു ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത് കേൾക്കണം എന്നൊരു അഭിപ്രായത്തിലേക്ക് എത്തിയത്. അവന്തികയുടേതുപോലെ മറ്റ് വിഷയങ്ങളിലും ഏതെങ്കിലും നിലയിൽ ഇത്തരത്തിലൊരു വാദം കൂടി രാഹുലിന്റെ പക്കലിൽ നിന്നും ഉണ്ടാകും. അതുകൊണ്ട് രാഹുലിനെ കൂടി കേട്ടതിന് ശേഷമേ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകാവൂ എന്നുള്ളതാണ് KPCCയിലെ മറ്റു ഭാരവാഹികൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ രാഹുലിനെ കൂടി കേൾക്കാനാണ് KPCC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിടുക്കപ്പെട്ട MLA സ്ഥാനം രാജിവെപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്രയും ദിവസമായി ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടൊരു പരാതി പോലും വരുന്നില്ല എന്നുള്ളതാണ് KPCC നേതൃത്വം ഉയർത്തുന്ന ചോദ്യം. ആദ്യഘട്ടത്തിൽ ഈ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ ഭയം കൊണ്ടാണ് പരാതിയുമായി വരാത്തത് എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു KPCC നേതൃത്വത്തിന് പോലും ഉള്ളത്. പക്ഷെ അതിന് പിന്നാലെ തന്നെ കാര്യങ്ങൾ ഇത്രയും മുന്നോട്ട് പോയതിനു ശേഷവും ഇപ്പോൾ
ഇപ്പോഴും എന്തുകൊണ്ടാണ് ആ നിലയിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വരാത്തത് എന്നുള്ള ചോദ്യമാണ് KPCC നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട ചില ആളുകളും ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ അഭിപ്രായം KPCC അംഗങ്ങളുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഭൂരിപക്ഷ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. അപ്പോഴും മുതിർന്ന നേതാക്കൾ രാജി എന്ന നിലപാടിൽ നിന്നും ഇതുവരെയും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും അതിന് പിന്നാലെ പ്രാഥമിക അംഗമല്ലാത്ത ഒരാളെ എങ്ങനെ MLA സ്ഥാനം രാജിവെപ്പിക്കുമെന്നൊരു പ്രതിരോധം ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ഉന്മേഷ്. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിനിടയിൽ ഇപ്പോൾ ഒരു അപകട വാർത്ത അത് വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. വിനീത VG അത് അറിയിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായൊരു വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു, 43 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു. ട്രാക്ടർ കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കസ്ഗഞ്ചിൽ നിന്ന് രാജസ്ഥാനിലെ ഗോഗമേഡിയിലേക്ക് പോകുകയായിരുന്ന ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗത്തിലെത്തിയ കണ്ടെയ്നർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് അറിയിക്കുന്നത്. ഈ കണ്ടെയ്നർ കസ്റ്റഡിയിലെടുത്തു എന്ന് ഉത്തർപ്രദേശ് ബുലന്ദ്ഷഹറിലെ ASP അറിയിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായതെന്ന് കൂടി വിനീത VG റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. ചെന്നൈ യുവ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിവരുന്ന യുവ കപ്പ് സീസൺ 11 തുടക്കമായി. അസിസ്റ്റന്റ് കമ്മീഷണർ C. ബാബു ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പ്യനും ICF സീനിയർ സ്പോർട്സ് ഓഫീസറുമായ സെബാസ്റ്റ്യൻ സേവ്യർ, ഫേമ വൈസ് പ്രസിഡന്റ് PS ഗോപി എന്നിവർ സംസാരിച്ചു. ഫേമ എക്സിക്യൂട്ടീവ് മെമ്പർ പരമേശ്വരൻ, പ്രസിഡന്റ് അഭിലാഷ്, സെക്രട്ടറി രാജൻ മാധവൻ, ട്രഷറർ സുസ്മിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്ഘാടന മത്സരത്തിൽ ICF ടീം വേലമ്മാൾ നെക്സസിനെ 3 ഗോളിന് പരാജയപ്പെടുത്തി. തൃശൂർ എരുമപ്പെട്ടി പാഴിയോട്ടുമുറി കുടക്കുഴിയിൽ അപൂർവ ഇനത്തിൽപ്പെട്ട നിശാശലഭത്തെ കണ്ടെത്തി. പന്തളത്ത് പ്രസാദിന്റെ വീട്ടുമുറ്റത്തുള്ള പാലമരത്തിലാണ് ശലഭത്തെ കണ്ടത്. അറ്റ്ലസ് മോത്ത് എന്ന പേരിലറിയപ്പെടുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള 2 ഇനം ശലഭങ്ങളിൽ ഒന്നാണിത്. സൗന്ദര്യത്തിലും വലിപ്പത്തിലുമെന്ന് വേണ്ട അടിമുടി വ്യത്യസ്തയാണ് അറ്റ്ലസ് മോത്ത് എന്ന കേമൻ ചിത്രശലഭം. സാധാരണഗതിയിൽ 10 മുതൽ 12 ഇഞ്ച് വരെയാണ് വിടർത്തിയ ചിറകുകളുടെ നീളം. ഈ വിഭാഗത്തിലെ ആൺശലഭങ്ങളെക്കാൾ പെൺശലഭങ്ങൾക്കാണ് വലിപ്പവും ഭംഗിയും കൂടുതൽ. ചുവപ്പു കലർന്ന തവിട്ടു നിറമാണ് ശലഭത്തിൻ്റേത്. ചിറകുകളുടെ മുകളിലെ അഗ്രഭാഗങ്ങൾ പാമ്പിന്റെ തലയോട് സാമ്യമുള്ളതിനാൽ നാഗശലഭമെന്നും സർപ്പശലഭമെന്നും അറിയപ്പെടുന്നു. സാധാരണ നിത്യഹരിത വനങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. 2 ആഴ്ചയോ കൂടിയാൽ 2 മാസമോ ആണ് ഇവയുടെ വർണ്ണശബലമായ ജീവിതം. ഈ സമയത്താണ് പ്രജനനം നടക്കുക. പ്യൂപ്പയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്നതും ഈ ശലഭങ്ങളുടെ പ്രത്യേകതയാണ്. 24 തൃശൂർ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി കൊയ്യുകയാണ് ഒരു വനിതാ കർഷക. കഴിമ്പ്രം പാട്ടകുളങ്ങര നരിക്കുഴിപ്പറമ്പിൽ അബ്ദുൽ സലീമിന്റെ മകളും കർഷകയുമായ സുമയ്യയാണ് പരീക്ഷണ കൃഷിയിൽ 100 മേനി വിളവെടുത്തത്. ഓണത്തിന്റെ വരവറിയിച്ച് വിവിധ നിറങ്ങളിൽ കണ്ണഞ്ചിപ്പിച്ചു നിൽക്കുകയാണ് ചെണ്ടുമല്ലികൾ. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്കും കൗതുക കാഴ്ച. കഴിമ്പ്രം പാട്ടുകുളങ്ങര കാർത്യായനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ്. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ. 24 തൃശൂർ. ഉത്തർപ്രദേശിൽ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു, 43 പേർക്ക് പരിക്കേറ്റു. കണ്ടെയ്നർ ട്രാക്ടറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വിനീത VG വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഇത് വലിയൊരു അപകടമാണല്ലോ, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിനീത? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു അപകടം തന്നെയാണ്. ഇന്ന് പുലർച്ചെ 2:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ 8 മരണവും ഒപ്പം തന്നെ 43 പേർക്ക് പരിക്കേറ്റു എന്നുമാണ് പറയുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇതിൽ 3 പേരുടെ നില ഒരല്പം ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ ട്രാക്ടർ കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. കസ്ഗഞ്ചിൽ നിന്ന് രാജസ്ഥാനിലെ ഗോഗാമേഡിലേക്ക് പോവുകയായിരുന്ന ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗത്തിലെത്തിയ കണ്ടെയ്നർ ഈ ട്രാക്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ട്രക്ക് കസ്റ്റഡിയിലെടുത്തുവെന്നും ഉത്തർപ്രദേശ് ബുലന്ദ് ഹർഷർ ASP ദിനേശ് കുമാർ സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ട്രക്ക് അമിത വേഗതയിലെത്തി ഈ ട്രാക്ടറിലേക്ക് ഇടിച്ചു കയറിയതായിരുന്നു. ഈ ഗ്രാമീണവാസികളൊക്കെയായിരുന്നു ആ ട്രാക്ടറിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 60-65ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഇതിലേക്ക് അമിത വേഗത്തിലെത്തിയ ട്രക്ക് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.